എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മാത്യുസേട്ടൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളെ ഓരോരുത്തരെയും കാണാനായിട്ട് സാധിച്ചതിൽ ഞാൻ കർത്താവിനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ദൈവവചന ശുശ്രൂഷയ്ക്ക് ഞാൻ കടന്നു വരുന്നത്. അതിന് കാരണം എൻ്റെ പുതിയ രോഗങ്ങളാണ്. എന്നോട് തീരെ നടക്കരുത് എന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ഹാർട്ടിൻ്റെ വാൽവ് തടിച്ച് ഹാർട്ടിൽ നിന്ന് എപ്പോഴും ഒരു തുള്ളി ബ്ലഡ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. ആ ബ്ലഡ് വന്നു വീഴുന്നത് എൻ്റെ കരളിലാണ്. അവിടെ സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ രൂപപ്പെടുന്നു. കള്ളു കുടിക്കാതെ ധാരാളം കള്ളു കുടിച്ച മനുഷ്യന്റെ ഹാർട്ട് പോലെ ലിവർ പോലെ എൻ്റെ ലിവർ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അത്തരം ക്ഷതങ്ങളുടെ ഭാഗമായി എൻ്റെ കിഡ്നികൾ പ്രവർത്തനരഹിതമായി ക്രിയാറ്റിൻ എന്ന് പറയുന്ന സാഹചര്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരം പെട്ടെന്ന് നീർക്കെട്ടുന്ന ഒരവസ്ഥയിലാണ്. അവ നടന്നാൽ നീരും കാര്യങ്ങളും പ്രശ്നങ്ങളായതുകൊണ്ട് ഇപ്പോൾ കാറിൽ സഞ്ചരിച്ച് വീൽ ചെയറിൽ ഇറങ്ങിയിട്ടാണ് എന്തെങ്കിലും തരത്തില് രോഗികളായിട്ടുള്ള ശുശ്രൂഷകളെ കാണുന്നത്. അതിനെ പരിചയമില്ലാത്ത കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരിക്കും. മാധുസേട്ടൻ സൂചിപ്പിച്ച പോലെ അബ്ദുൽ അസീസ് എന്നായിരുന്നു എൻ്റെ പേര്. അബ്ദുൽ അസീസ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ വിശ്വസ്തനായ അടിമ എന്നാണ്. പക്ഷെ യാതൊരു വിശ്വസ്തതയും ചെറുപ്പകാലത്ത് ദൈവത്തിന്റെ അരികിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെ എന്നെ വളർത്തി. ഞാൻ നന്നായിട്ട് പഠിച്ചു. അതിനോടൊപ്പം തന്നെ അന്ന് മർമ്മയോഗ എന്ന് പറയുന്നൊരു വിഷയം പ്രത്യേകമായി പഠിച്ച് അതിൽ ആചാര്യ എന്ന് പറയുന്ന ഒരു പദവി നേടി. അതിനോടൊപ്പം തന്നെ വളരെ പ്രശസ്തമായ കരാറ്റെ എന്ന് പറയുന്ന കായിക പരിശീലനത്തിൽ ഞാനന്ന് കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് ഭാഗമായി സൗദി അറേബ്യ ഗവൺമെന്റ് അവരുടെ കോൺസുലേറ്റ് ജനറലിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫ് എന്ന് പറയുന്ന ഉയർന്ന ഉദ്യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചു. അങ്ങനെ അത്തരത്തിലുള്ള ഉദ്യോഗവും ലോകത്തിൻ്റെതായ സുഖങ്ങളിലും മുഴുകിക്കൊണ്ട് ഞാൻ കടന്നു പോവുകയാണ്. എനിക്ക് ഒന്നിനും കുറവില്ല. എന്നാ ഒരു കാര്യത്തിൽ എനിക്ക് കുറവുണ്ട്. ആ കുറവ് എന്നെ ഇതുപോലെ ആക്കുന്ന ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെ മനസ്സിലാക്കാനോ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനോ ഞാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞാനൊരു നിരീശ്വരവാദ ചിന്തകളിൽ ആയിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ സൗദി കോൺസുലേറ്റിൽ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിനിടയിൽ എനിക്കൊരു ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. അതൊരു ഇന്റർനാഷണൽ ടൂർണമെന്റ് ആണ്. ആ ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ നാട്ടിൽ വരുന്നു. അതിന്റെ ഭാഗമായി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ ബ്ലഡ് ടെസ്റ്റിന് പോവുകയാണ്. ആ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് കുഴപ്പമൊന്നുമില്ല എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിലെന്തോ ഒരു പ്രശ്നം, എന്തോ കുറവ് എനിക്കുള്ള പോലെ. ഞാൻ ഡോക്ടറുമായിട്ട് വളരെ ആഴത്തിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള പരിശോധന എന്ന് പറയുന്നത് ബോൺ മാരോ, മജ്ജ എടുത്ത് പരിശോധിക്കലാണ്. അത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, വേദനയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അങ്ങനെ ചുരുക്കത്തിൽ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഞാനിങ്ങനെ എൻ്റെ ബോൺ മാരോ എടുക്കാനായിട്ട് തയ്യാറായി. ആ ബോൺ മാരോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ എന്നോട് പറയുന്നത്, യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് നൗ. നിങ്ങളൊരു ബ്ലഡ് ക്യാൻസർ രോഗിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ജീവിതത്തിന്റെ ഏറ്റവും നിറങ്ങളുള്ള സമയത്ത്, ചിറകുകളുള്ള സമയത്ത് ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ തകർന്നു പോകുന്നു. ഞാൻ നിങ്ങളോട് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എൻ്റെ മുന്നിൽ വീൽ ചെയറിലിരിക്കുന്ന സഹോദരങ്ങൾക്കറിയാം, അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ചില പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ട് ഇന്ന് ചക്രക്കസേരയിലേക്ക് എത്തിച്ചേർന്ന മനുഷ്യരാണ് നമ്മൾ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം,
നിസ്സഹായതയുടെ ഒരു ലോകത്തിലേക്ക് നാം വീണുപോയി. എന്നാൽ സഹോദരങ്ങളെ, ഏറ്റവും വലിയ പ്രതീക്ഷയായ യേശു ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഒന്ന് കൈയടിച്ചേ നിങ്ങൾക്ക് വേണ്ടി. യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് ഏറ്റുപറയുന്ന നിങ്ങളുടെ നാവുകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല. വെല്ലൂർ മെഡിക്കൽ കോളേജിലെ കഠിനമായ ചികിത്സാ വിധികളിലൂടെ ഞാൻ കടന്നുപോയി. കീമോതെറാപ്പി, റേഡിയേഷൻ, എൻ്റെ ശരീരം മാടി ഉലഞ്ഞു. തലയിലുണ്ടായിരുന്ന മുടി മുഴുവൻ കൊഴിഞ്ഞുപോയി. 85 കിലോ തൂക്കമുള്ള ഞാൻ 52 കിലോ ആയി. അവസാനം എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു, മരുന്നുകൾ പോലും ശരീരത്തിനോട് പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് ഇനി 3 ദിവസമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. 3 ദിവസം എന്താണ് അർത്ഥം? 3 ദിവസമേ ഉള്ളൂ ഇനി ആയുഷ്. 72 മണിക്കൂർ. കേൾക്കുന്ന ആൾക്ക് എന്ത് സന്തോഷം ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ബന്ധുക്കളോടൊക്കെ ഇത് പറഞ്ഞു, അവരും മനസ്സുരുകി കരഞ്ഞു. അല്ലാണ്ട് എന്ത് ചെയ്യും? എന്റെ മുറിയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ എൻ്റെ അരികിലേക്ക് വന്നത് ഓർമ്മയില്ല. അയാൾക്ക് എൻ്റെ ഈ സാഹചര്യം അറിയില്ല. അപ്പൊ അയാള് കുറച്ച് ക്ഷീണിതനാണ്. ബസ്വരാജ് എന്നാണ് ആളുടെ പേര്. അപ്പൊ അയാൾ വന്നിട്ട് എന്നോട് പറയാ, പ്രേ ഫോർ മീ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് സത്യത്തിൽ ചിരിക്കണോ കരയണോ എന്നും തോന്നി. കാരണം ഞാൻ എനിക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാത്ത ഒരാളാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഞാനെങ്ങനെ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഞാനങ്ങനെ അയാളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ പോകൂ. 5 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനുള്ളിൽ വല്ലാത്തൊരു കുലുക്കം. ഞാൻ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? ഈ മനുഷ്യൻ ശ്വാസം മുട്ടി പിടയുന്നതാണ്. ഡോക്ടേഴ്സ് ഓടിയിരുന്നു, മരുന്നുകൾ കൊടുക്കുന്നു. ഒടുവിൽ ഓക്സിജൻ സിലിണ്ടർ വന്ന് മൂക്കിൽ പിടിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ അരികിൽ കിടന്ന് പുറത്തു വന്നു വീണ മത്സ്യം ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നത് പോലെ ഈ മനുഷ്യൻ പിടഞ്ഞു മരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അതെന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അയാൾക്ക് ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട്. ഒന്ന് കരയാൻ പോലും പറ്റാതെ ചുമരും ചാരി നിൽക്കുന്ന ആ സഹോദരിയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. വിദ്യാർത്ഥികളായ 2 മക്കളുടെ വാവിട്ടുള്ള കരച്ചിൽ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ആകെ അസ്വസ്ഥനായി. അന്ന് വൈകുന്നേരം എനിക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല. പുലർച്ചെയായപ്പോൾ എൻ്റെ വാതിലാരോ തട്ടി തുറക്കുന്നുണ്ട്. നോക്കിയപ്പോൾ നാട്ടിൽ നിന്ന് അമ്മ വന്നിരിക്കുക കാണാൻ. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. തലയൊക്കെ മുട്ടയായി, 52 കിലോ തൂക്കവുമായി, എല്ലും തോലുമായി കിടക്കുന്ന ഒരു മകനെ അമ്മയ്ക്ക് എങ്ങനെ തിരിച്ചറിയും? ഞാൻ കട്ടിലൊന്ന് നിവർന്നിരുന്നപ്പോൾ അമ്മ എൻ്റെ കണ്ണ് കണ്ടു. എല്ലാ അമ്മമാർക്കും മക്കളുടെ കണ്ണ് കണ്ടാൽ പിടിച്ച് അറിയാൻ പറ്റും. അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താടാ ഇങ്ങനെയായതെന്ന് ചോദിച്ചു. എന്തും മറുപടി പറയാൻ? മറുപടി ഒന്നുമില്ല. ആ പാവം അങ്ങനെ കരഞ്ഞു കരഞ്ഞ് തളർന്ന് പെട്ടെന്ന് നിലത്ത് വീണു. ഡോക്ടേഴ്സ് ഓടി വന്നു. അമ്മയെ താങ്ങി പിടിച്ച് ഒരു ട്രോളിയിൽ കിടത്തി തള്ളിക്കൊണ്ടുപോയി. അമ്മയുടെ വീഴ്ച എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം വന്നു. മനസ്സിന് വിഷമം വരുമ്പോൾ രോഗികളായിട്ടുള്ള ആളുകളുടെ രോഗം കൂടുള്ളൂ. പെട്ടെന്ന് എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ചീറ്റി വന്നു. ഡോക്ടേഴ്സ് എല്ലാവരും ഓടി വന്നു. വേഗം മൂക്കൊക്കെ തുടച്ചു. എന്നോട് പറഞ്ഞ അധികം ഒന്നും ചിന്തിക്കല്ലേ, ധാരാളം വെള്ളം കുടിക്കൂ, ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവര് മുറിയിൽ നിന്ന് പോയി. എനിക്കെന്റെ വിഷമം പോലും ആരോടും പറയാനില്ല, ദൈവത്തോട് പോലും പറയാനില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. ഞാനങ്ങനെ അസ്വസ്ഥനായ മുറിയില് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ശ്വാസം മുട്ടി കതച്ചപ്പോൾ കട്ടിൽ കയറിയിരുന്നു. പെട്ടെന്ന് എൻ്റെ കൺമുമ്പിലൂടെ ഒരു മിന്നാമിന്നിങ് മിന്നണ പോലെ തോന്നി. ഞാൻ നോക്കിയപ്പോ എൻ്റെ എതിർവശത്ത്
ആ മിന്നാമിനിങ് പോയിട്ട് ചുമരിലിരിക്കുന്നുണ്ട്. ആ ചുമരിലിരിക്കുന്നത് അവിടെ വെച്ചിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ ഒരു ഫോട്ടോയിലാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജുകാർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെന്താ അവിടെ ഇരിക്കണേ എന്ന് ഞാൻ ചിന്തിച്ചു. രണ്ടാമത് എൻ്റെ മുറി ഇത്ര ഹൈജീനിക് ആയിട്ട്, ഇത്ര അടച്ചുറപ്പുള്ളതായിട്ട് എങ്ങനെ അതില് ഇങ്ങനെ ഒരു മിന്നാമിനിങ് വന്നു എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. ഞാനങ്ങനെ ആ മിന്നാമിനിങ്ങിന്റെ അരികിലേക്ക് ഒന്ന് ചെന്നു. ഒരു മിനിറ്റ് അതിനെ കാണാണ്ടായി. പിന്നെ ഒരു അതേ ചിത്രത്തിന്റെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വിസ്മയം പോലെ, എന്നെ നോക്കി ചിരിക്കണ പോലെ. ഞാനവന്റെ കൈ കൊണ്ട് അതിനെങ്ങനെ പിടിക്കാന്ന് വിചാരിച്ചു. അതിനെ കാണാനില്ല. ഞാൻ അങ്ങനെ കൈ ഉയർത്തിയുള്ളൂ. പെട്ടെന്ന് ആ ചെറിയ മിന്നാമിനിയിൽ നിന്ന് വലിയൊരു വെളിച്ചം അവിടെ വന്നു. ഞാൻ നോക്കുമ്പോ കാണുന്ന കാഴ്ച, അവിടെ വെച്ചിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ചിത്രം എന്നെ നോക്കി വളരെ മനോഹരമായി ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. യേശു എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ ആകെ അന്താളിച്ചു പോയി. ഞാൻ കണ്ണ് തിരുമ്മി നോക്കി. യേശു എന്നെ നോക്കി ചിരിക്കുകയാണ്. പെട്ടെന്ന് ഞാനാകെ തളർന്നു. ദൈവം പോലും എന്നെ കളിയാക്കി ചിരിക്കുകയാണോ എന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചു. തിരിച്ചു നടന്ന് കട്ടിലിൽ കിടന്ന് ഞാൻ കുറേ നേരം കരഞ്ഞു. ഞാൻ പെട്ടെന്ന് വാതില്ലാരോ തട്ടുന്നുണ്ട്. എഴുന്നേറ്റ് ചെന്നപ്പോ ഡോക്ടറാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എന്താണോ കരഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ കരഞ്ഞ തന്നെ ബ്ലഡ് കൗണ്ട് കുറയും, നിങ്ങൾക്ക് തന്നെ ബ്ലഡ് പരിശോധിക്കണം എന്ന് പറഞ്ഞ് വേഗം ബ്ലഡ് എടുത്ത് പരിശോധിക്കാനായിട്ട് അയാള് ഹെമറ്റോളജിയിലേക്ക് പോയി. ഞാൻ ചെന്ന് കട്ടിലില് വീണ്ടും കിടന്നു. ഞാനിങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇനി അവസാനം ഇതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് വല്ലാത്ത പേടി തോന്നി. ആരൊക്കെ ചേർന്ന് ഒരു കുഴി കുത്തുന്നുണ്ട്, ചുവന്ന മണ്ണ് വാരിയിടുന്നുണ്ട്. അതിൻ്റെ അരികിൽ എന്നെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരവിടെ നിന്ന് കരയുന്നുണ്ട്. എന്നെ ഒരു കുഴിയിലേക്ക് ഇറക്കാനുള്ള സമയമായി എന്നെനിക്ക് തോന്നി. ഒരു വല്ലാത്ത ചിന്തയാണ് കേട്ടോ അത്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ആകെ അസ്വസ്ഥനായി. ഞാനങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ ഡോക്ടർ വീണ്ടും വന്ന വഴിക്ക് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഞാനൊന്നും കഴിച്ചിട്ടില്ല. വെള്ളം കുടിച്ചോ? ഇല്ല. എന്താ നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാത്തത് എന്നൊക്കെ ചോദിച്ച അദ്ദേഹം എന്നെ കുറെ ശകാരിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര മനസ്സിന് വിഷമാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നും കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയ മരുന്നുകൾ വല്ലതും തന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഒന്നും തന്നിട്ടില്ല. എന്താ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളുടെ ബ്ലഡ് കൗണ്ട് നേരത്തെ എടുത്തപ്പോൾ 6.6 ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതൊന്നുകൂടി നോക്കിയപ്പോ 6.6 ആയിരുന്ന ഹീമോഗ്ലോബിൻ ഒരു മരുന്നും ചെയ്യാതെ, നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ബ്ലഡ് കൗണ്ട് 6.6 നിന്നും 9.8 ആയി വർദ്ധിച്ചിരിക്കുന്നു. അയാളുടെ വാക്കിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് മെഡിക്കൽ സയൻസ് അത്ഭുതകരമായി മനസ്സിലാക്കി. എന്നെ കൊണ്ടുപോയി മുഴുവൻ ടെസ്റ്റുകൾ ചെയ്തു. എന്നെ തലച്ചോറിലെ വെള്ളമെടുത്ത് പരിശോധിച്ചു. എന്നെ സ്പൈനൽ കോഡിലെ ലിക്വിഡ് എടുത്ത് പരിശോധിച്ചു. എന്റെ ബോൺ മാരോ എടുത്ത് പരിശോധിച്ചു. ഇപ്പൊ ഏകദേശം 30 വർഷമായി പ്രിയപ്പെട്ടവരെ, ഇതിലൊന്നും ഒരു ക്യാൻസറിന്റെ സിംറ്റം പോലും ഇതുവരെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം തീയും ബലവുമൻ
ആമേൻ. മഹത്വവും ശക്തിയും ബലവും. ഹല്ലേലൂയ. അങ്ങനെയാണ് ഞാൻ ജീവനിലേക്ക് തിരിച്ചെത്തിയത്. 30 വർഷത്തിനുള്ളിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു. മർഷട്ടൻ പറഞ്ഞ പോലെ ഞാൻ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സഹോദരി, പക്ഷെ അവരോട് വഴക്കമൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിന് വഴക്കില്ലേ, ഞങ്ങൾ ഫുൾ സ്നേഹത്തിലാണ്. അവർ പിരിഞ്ഞുപോയി. എനിക്കൊരു മകളുണ്ടായിരുന്നു, അവള് പിരിഞ്ഞു പോയിട്ടില്ല. അവൾ ഇന്നൊരു സൈക്കോളജിസ്റ്റാണ്. അതിനുശേഷം എനിക്ക് വളരെ വിസ്മയകരമായ ഒരു കാര്യമായി തോന്നിയ ഒരു കാര്യം, എൻ്റെ സിനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഒരു കോളേജിൽ അധ്യാപികയായിരുന്ന അവർ എല്ലാം വിട്ടുകൊണ്ട് അവര് എൻ്റെ പിന്നാലെ പോന്നു എന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം കത്തോലിക്ക സഭയിൽ ഞങ്ങൾ വിവാഹിതരായി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് 4 മക്കളും കൂടിയുണ്ട്. ഇന്ന് 5 മക്കളുള്ള ഒരാളാണ്. ഇതിന് ചെറിയ കൈയ്യടി പോരാ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ? ലോകത്ത് ക്യാൻസർ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, മരിച്ചുപോയവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ ക്യാൻസർ വന്നതിന് ശേഷം 5 മക്കളുണ്ടായിട്ടുള്ള ഏക മനുഷ്യൻ ഈയുള്ളവനാണ്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആഹാ ജയമേ അത് ചിന്തയിലടങ്ങ സിന്ധു സമാന